ഗൈസ്, അപ്പോൾ ഈ ഒരു പൗച്ചിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അടയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. ഇത് ക്ലിനിക്കിൻ്റെ പൗച്ചാണ് കേട്ടോ. ഈ പൗച്ച് വരെ ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഞാൻ കാണിച്ചു തരാം. തുറക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡിയോഡ്രൻ്റ് കേട്ടോ. ഇത് അവൾക്ക് വെഡ്ഡിങ് ഗിഫ്റ്റ് കിട്ടിയത്. ഇതിൻ്റെ കോംബോ അല്ലേ, ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതായത് റോസ്, ഒരു റെഡ് കളർ കൂടെ ഉണ്ട്. അപ്പം അത് അവനെടുത്ു, അതായത് ആൽഫിനെടുത്ത്, ഇത് അതിലെടുത്തോട്ടോ. അപ്പോൾ ഇത് ഗിഫ്റ്റ് കിട്ടിയതാ അവൾക്ക് കോംബോ ആയിട്ടുള്ളത് വെഡ്ഡിങ്ങിന്. അപ്പം നമ്മൾ ആദ്യം ഗൈസ് നല്ല ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡിയോഡ്രൻ്റ് കഴിച്ചില്ലേ. പിന്നെ ഈ ഒരു ക്ലിനിക്കിൻ്റെ ഇതെന്താണ് ഐഷാഡോ പാലറ്റ്. ഈ ഒരു ഐഷാഡോ പാലറ്റ് കേട്ടോ. ഇതിൽ 2 ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ തുറക്കാം. കണ്ടോ, നല്ല രസമില്ലേ, നല്ല ഭംഗിയുള്ള ഒരു ക്ലിനിക്കിൻ്റെ ഒരു ഐഷാഡോ പാലറ്റാണ്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ, നല്ല പിങ്ക് കളറിൽ. പിന്നെ ഈ ഒരു ഇതെന്താ, ഇത് പവർ ക്രീം എന്നൊക്കെ പറയണത്. നൈറ്റ് അല്ലേ, നൈറ്റ് ക്രീം പോലെ യൂസ് ചെയ്യുന്ന ഇത് മോർണിംഗ് നൈറ്റൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ. എസ്റ്റേ ലോഡർ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. ഈ ഒരു ബ്രാൻഡ് ഞാൻ നോക്കിയിരുന്നു. ഇത് അത്യാവശ്യം നല്ല ലക്ഷറി ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെയാണ് ഒരുപാട് പ്രൊഡക്ട്സുകൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പൗച്ചിൽ. ഇത് കിട്ടാൻ കാരണം എന്താ വെച്ചാൽ ഉള്ള നാത്തൂൻ ഈ ബ്രാൻഡിലാണ് ഈ എസ്റ്റേ ലോഡർ ഈ ഒരു ഇതിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്, ഈ ബ്രാൻഡിൽ. അപ്പം ആ ചേച്ചി വരുമ്പോൾ പുറത്താണ്. അപ്പോൾ ആ ചേച്ചി വരുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കൊടുന്നതായിരുന്നു ഈ പ്രൊഡക്ട്സൊക്കെ. അപ്പോൾ ഇത് എസ്റ്റേ ലോഡറിൻ്റെ ഒരു ക്രീമാണ്. അങ്ങനെ തന്നെ അത് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നും കേട്ടോ. പിന്നെ കുറേ ലിപ്സ്റ്റിക് ഉണ്ട് ഇതിൽ. പിന്നെ ഇതേതോ ഗ്ലാം2ൻ്റെ ഒരു ഐഷാഡോ പാലറ്റ്. വെള്ളിയൊക്കെ വീഴും ഗൈസ് ഇടയ്ക്ക്. അപ്പോൾ ഇത് ഒരു ഐഷാഡോ പാലറ്റാണ് കേട്ടോ. ഇതെന്താടി ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്? ഇതത്തെ ഡാമേജ് ആയപ്പോഴേ, ലീക്കായപ്പോൾ അവളതിൽ കടലാസ് വെച്ച് അടച്ചു വെച്ചതാട്ടോ. വാട്ട് ആൻ ഐഡിയ. കണ്ടോ, ഇതിൽ 4 ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പായസം കുടിക്കുമ്പോൾ ലിപ്സ്റ്റിക്കാന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ട് അത് ലിപ് ഗ്ലോസ് ആണ് അവൾ പറഞ്ഞത്. ഇതും ഒരു ക്ലിനിക്കിൻ്റെ ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇത് നല്ല രസമുള്ളൊരു കളറാണ്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനൊന്നും കാണിച്ചിട്ട് ലിപ്സ്റ്റിക്കും ഇതൊന്നും വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല, പിന്നെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം. എന്താ നല്ലൊരു ഗ്ലോസി, അതായത് ലിപ് ഗ്ലോസ് ആണല്ലോ, നല്ല ഗ്ലോസി എഫക്റ്റ് ഉണ്ട്. അപ്പം ഇത് പിന്നെ നെക്സ്റ്റ് നമ്മുടെ സുഡിയോൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് ഏതാ ഷെയ്ഡ് എന്നൊന്നും സാറ്റിൻ ഫ്ലിങ് M1 അതാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ്. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇടി വെട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ പവർ കട്ടാണ്. പക്ഷെ അത് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, 5 മണിയാകുമ്പോഴേ വരുള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് കുറേ ഉള്ളതുകൊണ്ടേ തപ്പി എടുക്കുക. ഇതാണ്ടോ ഈ ഡാസ്ലറിൻ്റെ ഒരു കാലത്ത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഡാസ്ലറിൻ്റെ ഈ ഒരു ഷെയ്ഡ് നല്ല ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതിൽ ഷെയ്ഡ് കാണിക്കണില്ല കേട്ടോ. കാണിക്കണില്ല. ഇതെന്തായാലും ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, കാരണം നല്ല ട്രെൻഡിങ് ആയിരുന്നു. ഒരു ബ്രൗൺ കോഫി കളർ. ഇതൊക്കെ ഞാട്ട നല്ല കരിഞ്ഞ കോലാവും, അതൊക്കെ വാങ്ങിയിടും. പിന്നെ നെക്സ്റ്റ് ഇത് ഏതാ ബ്രാൻഡ്? ഇതും ഈ എസ്റ്റേ ലോഡറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണേ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. പെട്ടെന്ന് നല്ല കളർ ഷെയ്ഡ് വരുന്നുണ്ട്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല അല്ലേ, ലോങ് ലാസ്റ്റിംഗ് അല്ല. അതുപോലെ തന്നെ മറ്റേ ട്രാൻസ്പ്രൂഫും അല്ല. പക്ഷേ ഡെയിലി യൂസിന് പറ്റുന്ന നല്ല ഷെയ്ഡ്, നല്ല ഗ്ലോസി എഫക്റ്റ് കിട്ടും. അപ്പം ഞാൻ ഇട്ടിരിക്കുന്നതും ഇതിലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം.
ആ ലിപ്സ്റ്റിക് ഞാൻ കാണിച്ചത്. കണ്ടോ, ഇത് നല്ല മറ്റേ നല്ല രസമില്ലേ കാണാൻ? ഈ അല്ല സംഭവം നമ്മൾ ഈ 10 രൂപയ്ക്കൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഒരു സംഭവം പോലെ തോന്നും. പക്ഷെ ഇതും എസ്റ്റേ ലോഡറാണ്. ഇതിനും നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. എസ്റ്റേ ലോഡറിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അയ്യോ അടപ്പ് ഇങ്ങനെ ഇരുന്നു. അപ്പം അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഈ റോസ് ആണ് കേട്ടോ. എല്ലാം ഇവക്ക് മാച്ചാവും. പക്ഷേ ഇതൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ വിജൃംഭിച്ച ലുക്കായിരിക്കും. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടുണ്ടോയെന്ന് പോലും അറിയില്ല. ഈ ഒരു ലിപ്സ്റ്റിക്കും എസ്റ്റേ ലോഡറിൻ്റെ നല്ല കിടിലൻ ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. എനിക്ക് ഭംഗിയുണ്ടാവില്ല, അവർക്ക് ഭംഗിയുണ്ടാവും. പിന്നെ ഇതെന്താ, ഇത് ആലുവയിന്ന്. ശരി, ഇത് ഞങ്ങൾ ആലുവയിൽ മറ്റേ മഹോത്സവം കാണാൻ പോയപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഒരു മിറർ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. 3 മിറർ ഉണ്ട്. അടുത്ത് പുറമെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നല്ല ഭംഗിയില്ല, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിററാണ്. മറ്റേത് റൂമിലിരിക്കുന്നുണ്ട് വെറുതെ. പിന്നെ ഈ ഒരു ഒരു പ്രൈമറാണ് കേട്ടോ. എസ്റ്റേ ലോഡറിൻ്റെ ഒരു പ്രൈമറാണ്. കാണാല്ലേ, ഇതിൻ്റെ ഒരു പ്രൈമറും ഉണ്ട്. നല്ല ഇതൊക്കെ അവള് ഭയങ്കര കെയർഫുള്ളായിട്ട് നല്ല ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് കല്യാണം, റിസപ്ഷൻ, അങ്ങനത്തെയൊക്കെ പരിപാടി വരുമ്പോൾ മാത്രമേ ഇതൊക്കെ പുറത്തേക്ക് എടുക്കാറുള്ളൂ. അല്ലാണ്ടൊന്നും എടുക്കാറില്ല കേട്ടോ. കാരണം ദിസ് ഇസ് സോ എക്സ്പെൻസീവ്. പിന്നെ ഒരു എക്സ്പെൻസീവ് സാധനമുണ്ട്. മാക്കിന്റെ സാധനമാണ് കേട്ടോ. ഒരു മാക്കിന്റെ സ്ട്രോബ് ക്രീമാണ്. ഇതൊക്കെ അവളുണ്ടല്ലോ മറ്റേ സ്വർണ്ണമൊക്കെ എടുത്തേക്കില്ലേ, സ്വർണ്ണമൊക്കെ എടുത്തേക്കില്ല, അതേ കണക്കാണ് സൂക്ഷിക്കുന്നത് ഈ സാധനമൊക്കെ. മാക്കിന്റെ ഒരു സ്ട്രോബ് ക്രീമാണ്. ഇതൊന്നും ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത് വേസ്റ്റ് ആക്കത്തില്ല ഗൈസ്, അവളെന്നെ കൊല്ലും. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു നെയിൽ കളറാണ് കേട്ടോ, ഗ്രീൻ. ഇത് നമ്മൾ ഇവിടെ നിന്ന് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പൗച്ചിലുള്ളത് ഈ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും മുന്നേ. നമ്മൾ ചെന്നൈ പോയ സമയത്ത് അവിടുത്തെ കൊറിയൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരുന്നു. അതായത് 2 എണ്ണത്തിന് എത്ര 700 സംതിങ് എത്രയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായി, ഇതിൽ പേര് വൈറ്റനിങ് UV സൺബ്ലോക്ക് ആണെങ്കിലും ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല വൈറ്റ് കാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയ ഒരു ടൈപ്പ് അല്ല അത്. കൊറിയൻസിന് മെയിൻലി കൊറിയൻസിന് തന്നെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് കൊറിയൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആ ഒരു ആക്രാന്തം മൂത്ത് വാങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അവൾക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് വരുമ്പോൾ. ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനും ഉണ്ട്. പിന്നെ മാക്കിൻ്റെ ഈ ഒരു കൺസീലർ കേട്ടോ. അപ്പോൾ ഈ സെയിം സാധനം തന്നെ ഇന്ത്യയിലും ഉണ്ട്. കാരണം അത് ഇവളെ വാങ്ങിയത്. അപ്പോൾ ഇവളുടെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനും വാങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ എന്തെങ്കിലും പ്രോഗ്രാമുള്ള സമയത്ത് ഇതും മോയ്സ്ചറൈസറും മിക്സ് ചെയ്തിട്ടാണ് തേക്കാറ്. അതായത് ചെറുതായി ലൈറ്റായിട്ട്. പിന്നെ ഇതിലുള്ളത് ക്ലിനിക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു നല്ല ഡാർക്ക് മെറൂൺ കളറാണ്. അതായത് നല്ല രസമുണ്ട് ഈ ഒരു ഷെയ്ഡ്, നല്ല ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് വേറൊരു ഷെയ്ഡ് വന്നിട്ട് ലിപ്സ്റ്റിക്ക്. പിന്നെ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനർ വരുന്നുണ്ട്, ഈ ഒരു മെറൂൺ കളർ. പിന്നെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വരുന്നുണ്ട്, ഒരു സ്പഞ്ച്. പിന്നെ ഇതിലുള്ളത് ഈ ഒരു മസ്കാരയാണ് കേട്ടോ. ഇതിൻ്റെ പേരൊരു എണ്ണം കിട്ട പേരാ, പറയാൻ ഭയങ്കര പാടാണ്. സം ട്യൂവേഴ്സ് എക്സ്ട്രീം മസ്കാരയാണ് കേട്ടോ. ഭയങ്കര പാടാണിത് പറയാൻ. ഇതൊക്കെ ഞാൻ ഈ ബ്രാൻഡൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കണതും. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് കാണാനല്ല, കണ്ടാലേ ഒരു ലക്ഷറി ടൈപ്പാണ്. പിന്നെ ഇതിലുള്ളത് ഒരു ക്രാബ്, പിന്നെ ഏതോ തുരുമ്പിച്ച കഴിയാറായ ഒരു ഓയിൽമെൻ്റ് കൂടി ഇത് ഡോക്ടർ ചെയ്ത് കൊടുത്തത്, പിമ്പിൾസിനുള്ള കേട്ടോ. പിന്നെ ഒരു ഹിമാലയൻ കജൽ, വന്ന വഴി മറക്കാത്തവളാണ്.
കണ്ടോ ഒരു ഹിമാലയൻ്റെ കാജല്, പിന്നെ പിന്നെ 2 ബഡ്സ്, ചെവിയിലിട്ട 2 ബഡ്സ്, 2 ചെവിയിൽ ഓരോന്ന്, പിന്നെ 2 ക്രാബ്, പിന്നെ ഒരു പിന്ന്, പിന്നെ ഇത് നമ്മുടെ നെറ്റ് സ്പീഡൊക്കെ കിട്ടുന്ന മറ്റേ സംഭവം ഉണ്ടല്ലോ ഡിവൈസ്, ആ സാധനം. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പൗച്ചിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ. ഇനി ഞാൻ നേരത്തെ ഒരു കാണിച്ചു തന്നില്ല, ഇപ്പം അത് ജസ്റ്റ് ഗൂഗിൾ നോക്കിയപ്പോഴായിട്ടാണ് നമുക്ക് മനസ്സിലായത് ഈ എസ്റ്റേ ലോഡറിൻ്റെ ഇതൊരു ലിമിറ്റഡ് എഡിഷൻ ലിപ്സ്റ്റിക് ആണ്. അതിൻ്റെ പേരെന്തോന്നാ? ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് സൺസെറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഇത് എസ്റ്റേ ലോഡറിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷനിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ അത് അത്രയും കോസ്റ്റ്ലി ആയിരിക്കും അല്ലേ? കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പം ഇതാണ്, ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ടത് ഗൈസ് ഇപ്പം ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇട്ടത്. കൈ കിട്ടിയത് ഇതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇട്ടത് ഇതാണ് കേട്ടോ. അപ്പം ചിലപ്പോൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടാവും, കാണാൻ നല്ല രസമുണ്ടല്ലോ. അപ്പം ഇതൊക്കെയാണ് സംഭവം. അതെ, ഇനി ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ തന്നെ ഇതൊക്കെ ഈ പൗച്ചിലിട്ടിട്ട്, അതായത് ഈ എസ്റ്റേ ലോഡറിൻ്റെയും ക്ലിനിക്കിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ഇതിലിട്ടിട്ട് അങ്ങനെ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതാ ചേച്ചി. അപ്പം ഇതൊക്കെയാണ് കേട്ടോ പ്രോഡക്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.